എല്ലാ വിശുദ്ധികളെയും നമ്മൾ സൂക്ഷിക്കണം. അവയവങ്ങൾ തെറ്റുകളിൽ നിന്നൊഴിഞ്ഞു നിൽക്കലാകുന്നു രണ്ടാമത്തെ വിശുദ്ധി. കയ്യും കണ്ണും കാലും മൂക്കും എല്ലാ സാധനങ്ങളും. ഹറാമായ വസ്തുവിനെ തൊടരുത്, ഹറാമായത് പറയരുത്, ഹറാമായത് കേൾക്കരുത്, ഹറാമിനെ കാണരുത് ഒന്നുണ്ടായിരുന്നു. നാലാമത്തെ വിശുദ്ധി, മനുഷ്യൻ്റെ മനസ്സ് മോശമായ ചിന്തകളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും ശുദ്ധിയാവലാണ്. മോശം സ്വഭാവങ്ങളിൽ നിന്ന് കിബറ്, ഹസദ്, ഉജ്ബ് തുടങ്ങിയ മോശമായ ചിന്ത അതിനൊഴിഞ്ഞിക്കുക. കിബറ് അഹങ്കാരം. എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വിചാരാണ്. ലോകത്തുണ്ടായ എല്ലാ ഫസാദും കൊണ്ടുണ്ടായതാണ്. ലോകത്തെ ആദ്യത്തെ കൊലപാതകം ഹാബീൽ കാബീലിനെ കൊന്നു, കാബീൽ ഹാബീലിനെ കൊന്നു. ആദ്യത്തെ കൊലപാതകം അതാണ്. കാബീൽ ഹാബീലിനെ കൊന്നു, അതാണ് ആദ്യത്തെ കൊലപാതകം. എന്താ കാര്യം? അസൂയ, ഹസദാണ് അതിൻ്റെ കാരണം. രണ്ടാളും രണ്ട് നേർച്ചകൾ നടത്തി. ഇത് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഒരു അമൽ അല്ലാഹു സ്വീകരിക്കണമെങ്കിലുള്ള മാനദണ്ഡമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ രണ്ട് മക്കൾ നേർച്ചകൾ നടത്തി. രണ്ട് നേർച്ച. എന്തായിരുന്നു നേർച്ച എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരാളത് മാത്രം എടുക്കുകയാണെങ്കിൽ ഞാനല്ലേ കാരണവര്? ഒരാളത് മാത്രം എടുക്കുകയാണെങ്കിൽ ഞാനല്ലേ കാരണവര്? എൻ്റെ അല്ലേ എടുക്കേണ്ടത്? ഓൻ പിന്നെ ഉണ്ടായതല്ലേ. അതുകൊണ്ട് ഓൻ്റെ രണ്ടാമല്ലേ എടുക്കേണ്ടത്. ഞാനല്ലേ കാരണവര്? ഞാനല്ലേ മൂത്തത്? ഒന്നുമില്ലെങ്കിൽ ഒരു വയസ്സിനെങ്കിലും മൂത്തതല്ലേ എന്ന് തോന്നി. ഇതാണ് ഹസദ്. അതിനാ തുടങ്ങിയത്. ഫസ്റ്റത്തെ കൊലപാതകമായി വന്നുണ്ടായത്. അവിടെ കൂടി വന്നപ്പോൾ എന്ത് പറഞ്ഞു? ലാഖ്തുലന്നക, ചങ്ങായി അന്നെ ഞാൻ കൊല്ലെന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അഖ്തുലു, ഞാൻ കൊല്ലും. ലാഖ്തുലു, തീർച്ചയായും ഞാൻ കൊല്ലും. ലാഖ്തുലന്നക, അന്നെ ഞാൻ കൊല്ലെന്നെ ചെയ്യടാ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇങ്ങോട്ട് പറയണ്ട. അഞ്ചം പറഞ്ഞു കാക്ക ഇന്നെ കൊന്നിട്ടെന്താ കാര്യം? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, പടച്ചോൻ മുത്തഖീങ്ങളിൽ നിന്നല്ലേ സ്വീകരിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ജ്യേഷ്ഠൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെയാണ് ഹസദ്. അസൂയുണ്ടായ എങ്ങനെയാണ്? പിന്നെ അവിടെ കണ്ണും മൂക്കൊന്നുമില്ല. നമ്മൾ പറയലുണ്ടല്ലോ, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ല എന്ന്. ഈ വെട്ടാൻ വരുന്ന പോത്താണ് ഹസദുള്ള ആള്. ഓനോട് പിന്നെ തത്വം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഓൻ വിട്ടന്നെ ചെയ്യും. അതാണ് ഹസദ്. അതുണ്ടായി. ആദ്യത്തെ കൊലപാതകമായി വന്നാണ് ഉണ്ടായത് ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ. നമുക്ക് അസൂയ ഉണ്ടോ? അള്ളാഹു നമുക്ക് എല്ലാ അസൂയ ഉണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കി തരട്ടെ. തറവാട് വരെ പൊളിച്ചു വാർപ്പാക്കൽ ഇഷ്ടമാണോ? ആലോചിച്ച് നോക്കി. തറവാട് വരെ പൊളിച്ചങ്ങാണ്ട് വാർപ്പാക്കുകയാണ്. എന്തിനാണ് ഇപ്പം ഞാൻ തന്തിയും തള്ളിയും വയസ്സാം കാലത്ത് അതിന് നിൽക്കണേ? ഒരു കള്ളയിലുള്ള സൗകര്യത്തിന് അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതിയില്ലേ എന്നല്ല നമ്മൾ ചിന്തിക്കുക. തറവാട് വരെ പൊളിച്ചു വാർപ്പാക്കൽ നമുക്ക് ഇഷ്ടമല്ല. മരുവള വാപ്പ ഉംറക്ക് പോകൽ നമുക്ക് ഇഷ്ടമാണോ എന്നാലോചിച്ച് നോക്കാണ്. എന്തിനാണ് ഇപ്പോൾ മൂപ്പരി നീച്ചാൻ വെച്ചാൽ ആ ഉംറക്ക് പോകണേ? നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. മരുവള വാപ്പ ഉംറക്ക് പോകൽ ഇഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അവനാൻ്റെത് ആലോചിച്ചാൽ മതി കേട്ടോ, വേറുള്ളവരത് എടുക്കണ്ട. അവനാൻ ആലോചിച്ച് നോക്കി നമുക്കത് ഇഷ്ടമാണോ? ഒരു മുതലാളിക്ക് ഇഞ്ഞും പൈസ ഉണ്ടാകൽ നമുക്ക് ഇഷ്ടമാണോ? എവിടുക്കാ ഇപ്പം മൂപ്പരി ഉണ്ടാക്കണത്? കണ്ടാ തോന്നും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. ഇവൻ്റെ അസൂയാണ് പറയണതേ, അല്ല ഒന്നുമില്ല. പൈസ എത്ര ഉണ്ടായാലും എന്താ കുഴപ്പം? മുഹ്യിദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹുവിന് കപ്പലുണ്ടായിരുന്നു സ്വന്തമായിട്ട്. പൈസക്കല്ലല്ലോ കുഴപ്പം. പിന്നെ കുഴപ്പം എവിടെ? പൈസ കൈകാര്യം ചെയ്യണം മനസ്സിനാണല്ലോ പ്രശ്നമുള്ളത്. പൈസക്ക് എന്താ പ്രശ്നം? പൈസ ഇല്ലാതെ എ സി വെക്കാൻ പറ്റും നമുക്ക്? എ സി വെച്ചാലും പോരഞ്ഞ് കറണ്ട് ബില്ലും കൂടി അടക്കണ്ടേ? അതിനൊക്കെ പൈസ ഉണ്ടേ. അതിനൊക്കെ പൈസ ഇല്ലാതെ എങ്ങനെ അടക്കുക? ഒക്കെ വേണ്ടേ? പൈസക്കല്ല പ്രശ്നം. പിന്നെ ഏതിനാ പ്രശ്നം? പൈസ കൈകാര്യം ചെയ്യണ മനസ്സിനാണ് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത്. പൈസക്കൊരു കുഴപ്പമില്ല. ഹസദ് അമ്മക്കുണ്ടോ, അസൂയ അമ്മക്കുണ്ടോ എന്ന് ശരിക്കും ആലോചിക്കണം.
ഒരു വണ്ടിയുള്ള ആൾ ഒരു വണ്ടിയും കൂടി വാങ്ങുകയാണെന്ന് വിചാരിച്ചോളി. അയൽവക്കത്ത് ഒരു ഇന്നോവ ഉള്ള ആൾ ഒരു വണ്ടിയും കൂടി, ഒരു അൾട്ടോ 800 കൂടി വാങ്ങുകയാണെന്ന് വിചാരിച്ചോളി. ഓനൊക്കെ പൈസ ഊരമ്മ വിലങ്ങിന് കുത്തിയിട്ടുള്ള കുഴപ്പമാണ് അറിയാം നമ്മൾ. ഹസദാണ്, അത് അസൂയ. ഓനെ 2 ആവശ്യമുണ്ടെങ്കിൽ ഓൻ വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇപ്പം എവിടുക്കാ പോൻ്റെ മതിലിപ്പോൾ ഓനാ ഉയർത്തിങ്ങാണ്ട് പൈൻ്റ് അടിക്കണത് മരിച്ചു പോകാനുള്ള തടിയാന്നൊരു ഓർമ്മയില്ലല്ലോ. ഇവനുണ്ടായോക്കണ്ട ബന്ധ കാട്ടുകയെന്ന് അറിയണമെങ്കിൽ, അല്ല ഓനൊന്ന് കായുണ്ടായോക്കണ്ട. ഇതൊക്കെ ഹസദാണ്, അല്ലാതൊന്നുമല്ല. അസൂയ എന്നാണ് അതിൻ്റെ പേര്. അസൂയ നന്മകളെ തിന്നും, ഏതുപോലെ അഗ്നി വിറകിനെ തിന്നും പ്രകാരം അസൂയ നന്മകളെ തിന്നുമെന്ന് മുഹമ്മദ് നബി. അത് ഹസനാത്തുകളെ അത് തിന്നുകൊണ്ടിരിക്കും. അസൂയ ഒന്നിനും പരിഹാരമല്ല. അപ്പം നമുക്ക് ഉണ്ടോയെന്ന് നമ്മൾ ആലോചിക്കണം. ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം, അതിനെ കഴുകി വൃത്തിയാക്കണം. അതൊരു നദാഫത്താണ്, ഒരു വൃത്തിയാക്കലാണ് അസൂയ. കിബിറുണ്ട് നമുക്ക്. കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, ഉള്ളിലുള്ള അഹങ്കാരം. ഉജ്ബ് എന്ന് പറഞ്ഞാൽ ഉൾനാട്യമാണ്. അഹങ്കാരം പുറത്ത് കാണൂല, ഉജ്ബ് പുറത്തേക്ക് കാണും. ഉൾനാട്യം പുറത്തേക്ക് കാണും, അഹങ്കാരം ഉള്ളിലേ ഉണ്ടാവുള്ളൂ. ഞാൻ എന്ന ചിന്താഗതി, അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഞാനൊക്കെ ഇപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത വിനയുള്ള ആളെന്നെയെന്ന് ഒരാൾക്ക് തോന്നിയെന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പം അത്യാവശ്യം വിനയുള്ള ആളാന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് ഏറ്റവും വലിയ അഹങ്കാരമാകുന്നു. വിനയം കൊണ്ടുള്ള അഹങ്കാരം എന്നാണ് അതിൻ്റെ പേര്. 10 അഹങ്കാരങ്ങളുണ്ട് എന്നാണ്. അതിൽ 10ാമത്തെ അഹങ്കാരമാണ് വിനയം കൊണ്ട് അഹങ്കരിക്കുക. എനിക്കിപ്പോൾ അത്യാവശ്യം വിനയുള്ള ആളാണ് എന്ന് തോന്നിയാൽ ഓൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും കിബിറുള്ള ആൾ. ഇതാണ് സംഗതി. അതുകൊണ്ട് നമുക്ക് കിബിറുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. പലതുകൊണ്ടും കിബിറുണ്ട്. വിവരം കൊണ്ടുള്ള കിബിറുണ്ട്, ഇബാദത്ത് കൊണ്ടുള്ള കിബിറുണ്ട്. ചില പള്ളിക്ക് അങ്ങനെ വായതറിയാൻ ചെന്നാൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും, നിക്കരിച്ചാത്ത കുറേ ചെക്കന്മാരുണ്ട്, ഓലെ പറ്റിയൊന്നും നല്ലോണം പറയുകൊണ്ടോ എന്ന്. ഇവന് നിക്കാരക്കാരനെന്നുള്ള കിബറാണ്, എല്ലാം ഒന്നുമല്ല സംഗതി. ഇവന് സത്യത്തിലുള്ള എന്താ, ഞാൻ ഒരു നിക്കരിച്ച ആളാണ് എന്ന്, ആ അഹങ്കാരമാണ് യഥാർത്ഥത്തിലുള്ളത്. അല്ലാതെ മറ്റോ നിക്കരിച്ചാത്തതിലുള്ള സങ്കടമൊന്നും അല്ല ഉള്ളത്. ഇതന്നെ സംഗതി. ആണുങ്ങൾ പറയും പെണ്ണുങ്ങളെ പറ്റി നല്ലോണം പറയുകൊണ്ടോ എന്ന്. ഓനോന ആണാണെന്നുള്ള അഹങ്കാരമാണുള്ളത്, എല്ലാം ഒന്നുമില്ല. ഇതന്നെ സംഗതി. സക്കാത്ത് കൊടുക്കാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, ഓലെ പറ്റി നല്ലോണം ഒന്ന് പറയുണ്ടോ. എന്തേ കാര്യം? 25,000 വരി നിർത്തിങ്ങാണ്ട് ഇങ്ങനെ പൗപ്പത്തിൻ്റെ നോട്ട് കൊടുക്കലുണ്ട് എന്നുള്ളത് അതിൻ്റെ അഹങ്കാരമല്ല. എന്താ സംഗതി? നമ്മൾ വേറെയുള്ളവരെ പറ്റി പറയുമ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കണം, എവിടുന്നാണ് ഈ പറച്ചിൽ വരുന്നത്. ഈ പറച്ചിൽ എവിടുന്നാണ് വരുന്നത്? അതല്പം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കൊള്ളുന്നില്ല. സംഘാടകർ പരിപാടി ആക്കൂലല്ലോ. ഇവിടെ അല്ല, പൊതുവെ നിങ്ങൾ എവിടെ ചെന്നാലും നോക്കിക്കൊണ്ടും പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാർ പരിപാടി ആക്കൂല. അതെന്തേ? ഓരിപ്പോൾ അത്യാവശ്യം നേരായ ആൾക്കാരാണല്ലോ. ഇനി പിന്നെ നാട്ടുകാരൊക്കെ ഇങ്ങനെ കേട്ടോ ഓരിങ്ങനെ 10 കെട്ടിയാണ്ട് ആണ്ട് വിട്ട് നടക്കും. തസ്കിയത്ത് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും ആൾക്കാർ. തസ്കിയത്ത് ക്യാമ്പ്, നോമ്പ് ഇറക്കണതിന് മുമ്പ് അസറിൻ്റെ ശേഷം തസ്കിയത്ത് പ്രഭാഷണം, ഡോക്ടർ സാലിം ഫൈസി കുളത്തൂർ പ്രസംഗമാണ്. എന്നിട്ട് പ്രധാനപ്പെട്ട സംഘാടകരൊക്കെ എന്തേക്കാരം കാട്ടുക, ഓല അപ്പുറത്ത് 10 കിട്ടുക. ഓലൊക്കെ തസ്കിയത്ത് കിട്ടിയ വലിയ ആൾക്കാരല്ലേ. കുറച്ച് തസ്കിയത്ത് ഇല്ലാത്ത കുറച്ച് ആൾക്കാരെ നോമ്പ് ഇറക്കാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. ഓൽക്ക് തസ്കിയത്ത് പ്രഭാഷണം. മറ്റവരൊക്കെ ഭയങ്കര മുസക്കികളല്ലേ. ഓൽക്കൊക്കെ ഇനി വേറുള്ളവരെ തസ്കിയത്ത് ചെയ്യാനുള്ള യോഗ്യത വരണ്ട് എന്നാണ് ഓല തോന്നൽ. നമ്മളൊന്നും നേരാവേണ്ട. ആദ്യം ഞാനൊരു പരിപാടി നടത്തുന്നത് ആദ്യം എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കണം, സംഘാടകന് കേൾക്കാനായിരിക്കണം പരിപാടി. ബാക്കിയുള്ളവർ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, വരട്ടെ വരാതിരിക്കട്ടെ, എന്താ നമ്മളെ സംബന്ധിച്ച് പ്രശ്നമില്ലല്ലോ. അപ്പം ആദ്യം നമ്മളൊന്നുകൊണ്ട് ക്ലിയർ ആവണം. മനസ്സിനെ മോശം വിചാരങ്ങളിൽ നിന്നും ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്നും ശുദ്ധമാവണം. ഈ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു. ഒരിക്കൽ അബൂജാഹിലിൻ്റെ പേരിലൊരു സൽക്കാരം ഉണ്ടായി, ലഅനത്തുല്ലാഹി അലൈഹി. കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്, നബി തങ്ങളെയും വിളിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പോകാനും തീരുമാനിച്ചു. അങ്ങനെ ഉച്ചക്കാണ് സൽക്കാരം. സൽക്കാരത്തിന് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോൾ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അതിന് രണ്ടാം കൂടി ഇങ്ങനെ പോയി. അബൂജാഹിൽ എന്താ ചെയ്തിക്കണെന്ന് വെച്ചാൽ പെരൻ്റെ മുറ്റത്ത് ഒരു കുയ്യുണ്ടാക്കി, കുറച്ച് വലുപ്പമുള്ളൊരു കുയ്യ്.
അതിൻ്റെ മേലെ ഇങ്ങനെ അലകും കോലൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. കുഴിച്ചടിക്കാനുള്ള പരിപാടിയാണ്. അതാണ് ജിബിരിലൊപ്പം കൂടെ ഉണ്ടായ കാരണം അലൈഹിസ്സലാം. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ കൈ പിടിച്ചിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ ഡൈനിങ് ഹാളിൽ നിന്നിട്ട് ജനലിൻ്റെ കർട്ടൻ നോക്കിയിട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് മൂപ്പര്. ഇപ്പം ചാടുമെന്ന് എഴുതിയിട്ട് ചാടണില്ല, സൈഡിൽ കൂടിയാണ് പോരുന്നതെന്ന് കണ്ടപ്പോൾ വാതിലും തുറന്നുങ്ങാണ്ട് കണ്ട് ഇറങ്ങി ചെന്നിട്ട് മയമതേ ഇതിൽ കൂടെ പോരടാന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നതാണ്. കുജിക്കൺ ചാടി ചിരിച്ചോളി. എന്നിട്ട് ആ പെരേന്ന് ചോറ് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നത്. പറ്റുമോ? നിങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടേലും പറ്റുമോ? എന്നെക്കൊണ്ട് പറ്റുമോ? നിങ്ങളെക്കൊണ്ട് പറ്റുമോ? മൊര്യന്മാരെ കൊണ്ട് പറ്റുമോ? നാടന്മാരെ കൊണ്ട് പറ്റുമോ? ലൈവ് കൊടുക്കുന്ന ആളെ കൊണ്ട് പറ്റുമോ? കസാലയിൽ ഇരിക്കണവരെ കൊണ്ട് പറ്റുമോ? കുട്ടികളെ കൊണ്ട് പറ്റുമോ? ആരെക്കൊണ്ടേലും പറ്റുമോ? ആ പെരേന്ന് ഇനി ചോറ് കഴിക്കാൻ മുഹമ്മദ് നബി ചോറ് കഴിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ സ്വഭാവം. നമ്മൾ കാലിൻ്റെ ചിരട്ട കേടുന്നിട്ട് കമ്പിട്ടുങ്ങാണ്ട് ആശുപത്രിയിൽ കിടന്നപ്പോഴേ തിരിഞ്ഞു നോക്കാത്തോനെ വെച്ചുത്തിയിട്ട് കാലിൻ്റെ തള്ളാമ്പരലുമ്പോൾ കെട്ടിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ പോകാൻ തോന്നുന്ന സ്വഭാവം, അതാണ് മുഹമ്മദ് നബിയുടെ സ്വഭാവം. എത്തും നമ്മളങ്ങോട്ട്